മിണ്ടിപ്പോയാൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പിണറായി സർക്കാർ ഭരണം നടത്തുന്നത്. എന്നാൽ അവശ്യഘട്ടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രം കേരളത്തോട് കനിവ് കാട്ടുകയും ചെയ്യും. എന്നിരുന്നാലും പരാതിക്ക് യാതൊരു കുറവുമില്ല താനും. ഇപ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രത്തിന്റെ കനിവെത്തുകയാണ്. ഓണത്തിന് 4200 കോടിയുടെ ആശ്വാസമാണ് കിട്ടാൻ പോകുന്നത്. ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി 4200 കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെയാണ് ഓണക്കാല ആവശ്യങ്ങൾക്ക് കേരളത്തിന് പണം ലഭ്യമാകുന്നത്. ഓണച്ചെലവുകൾക്കായി പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി 4200 കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. കേരളത്തിന് ഈ വർഷം ആകെ 37,512 കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നത്. ഇതിൽ ഡിസംബർ വരെ 21,253 കോടി രൂപയും ശേഷിക്കുന്ന തുക ജനുവരി മുതൽ മാർച്ച് വരെയും എടുക്കാനായിരുന്നു അനുമതി. കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ 21,253 കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കാനായി മാറ്റിവെച്ചിരുന്ന തുകയിൽ നിന്നും 5000 കോടി രൂപ മുൻകൂർ വായ്പ എടുക്കാനാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത്. തൽക്കാലം 4200 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഈ മാസം 10-ന് ഇതിൽ നിന്നും ആവശ്യമായ തുക വായ്പയെടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തും. ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബത്തയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് 20,000 കോടിയോളം രൂപയാണ് സർക്കാർ ചെലവ് പ്രതീക്ഷിക്കുന്നത്. നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക. കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവബത്തയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുള്ള ധാരണ. സഹകരണ ബാങ്കിൽ നിന്ന് 1000 കോടി വായ്പ എടുത്ത് 1-2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും നൽകും. അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് ഫലം കണ്ടില്ല എന്നാണ് വിലയിരുത്തൽ. സാലറി ചലഞ്ച് വഴി 500 കോടി രൂപ ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ഈ ഇനത്തിൽ 200 കോടി രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അനൌദ്യോഗിക കണക്ക്. അതേസമയം പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നും 317 കോടിയും ലഭിച്ചു കഴിഞ്ഞു.